ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയുമായി കേരളത്തിൽ BJP സജീവമായി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായ PK കൃഷ്ണദാസാണ് എനിക്കൊപ്പം ചേരുന്നത്. എന്താണ് കേരളത്തിൽ BJP പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിയാം. ശ്രീ PK കൃഷ്ണദാസ്, പ്രചരണം ഒരുപക്ഷെ നേരത്തെ തുടങ്ങിയ ഒരു പാർട്ടിയെന്ന് BJP വിശേഷിപ്പിക്കും. കാരണം പ്രധാനമന്ത്രി തന്നെ 2 തവണ വന്നുപോയി. എന്ത് ഇത്തവണ കേരളത്തിൽ സംഭവിക്കും? ഇത്തവണ ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷയാണുള്ളത്. നമ്മുടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ പോകുന്നു. നമ്മുടെ വരുന്ന ലോക്സഭയിൽ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും അവരോധിക്കപ്പെടാൻ പോകുന്ന നരേന്ദ്രമോദിയുടെ കരങ്ങൾ കരുത്തു പകരാൻ കേരളത്തിൽ നിന്നും NDA പ്രതിനിധികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. അത് കേവലം ആഗ്രഹമോ മോഹങ്ങളോ മാത്രമല്ല, മറിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുകയാണ്, മലയാളിയുടെ മനസ്സും മാറുകയാണ്. ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം, ഒരു പുതിയ രാഷ്ട്രീയ മാറ്റത്തിന് കേരളം വേദിയാവാൻ പോകുന്നു. അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണ് ഭാരതീയ ജനതാ പാർട്ടിയെയും NDAയും സ്വീകരിക്കാൻ പാകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിഷ്പക്ഷമതികളായ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് സാധാരണഗതിയിൽ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും BJP നേതാക്കൾ വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ അഭിമുഖങ്ങളോ ഒക്കെ നടത്തുമ്പോൾ നമ്മൾ പലതവണ കേട്ടിട്ടുള്ള വാചകങ്ങളാണ് ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നത്. അതിൽ എത്രത്തോളം വിശ്വസനീയത പ്രതീക്ഷിക്കണം? കാരണം അതിനപ്പുറത്തേക്ക് എന്ത് സംഭവിക്കും, എന്തുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഇത്തവണ BJP പ്രതീക്ഷിക്കുന്നു? അതായത് ഇതിൻ്റെ പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കാലത്തിനിടയിൽ 2 തവണയാണ് കേരളം സന്ദർശിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി തൃശ്ശൂരിലും എറണാകുളത്തുമായിരുന്നു. അതിനു മുമ്പും സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വരുന്ന സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഒരു വലിയ പൊതുസമൂഹം തയ്യാറാവുന്നു എന്നുള്ളതാണ്. വളരെ ആവേശപൂർവ്വം നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ കേരളം തയ്യാറെടുക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്ത ആൾക്കൂട്ടം. ഒന്ന് തൃശ്ശൂരിൽ സ്ത്രീ ശക്തിയുടെ വലിയൊരു പ്രദർശനമായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തായിരുന്നു ആ സ്ത്രീകളുടെ അതിലെ പങ്കാളിത്തം. അതേപോലെ തന്നെ അന്ന് തന്നെ നടന്നിട്ടുള്ള റോഡ് ഷോ, പിന്നീട് എറണാകുളത്ത് നടന്ന റോഡ് ഷോ, ഇതെല്ലാം തന്നെ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിരുന്നു പൊതുസമൂഹത്തിൻ്റെ പങ്കാളിത്തം. അതുകൊണ്ട് മാറുന്ന കേരളത്തിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമാണ്. മാത്രമല്ല LDFിലെ വിശ്വാസവും UDFിലെ വിശ്വാസവും ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. കാരണം ഇപ്പം ഏറ്റവും ഒടുവിൽ LDFിനെതിരായിട്ട് അല്ലെങ്കിൽ LDFിൻ്റെ ഭരണത്തിനെതിരായിട്ട്, അവരുടെ ജനവിരുദ്ധതയ്ക്കെതിരായിട്ട്, ഏകാധിപത്യത്തിനെതിരായിട്ട്, അവരുടെ ഈ ആത്മപ്രശംസക്ക് നേതൃപൂജക്കെതിരായിട്ട് ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത് നമ്മളൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ബഹുമാന്യനായ MT വാസുദേവന്മാരെ പോലെയുള്ള, M മുകുന്ദനെ പോലെയുള്ള, അല്ലെങ്കിൽ സച്ചിദാനന്ദനെ പോലെയുള്ള സാഹിത്യകാരന്മാർ, അല്ലെങ്കിൽ ഒരു കാലത്ത് ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തിയവരാണ് ശക്തമായ രീതിയിൽ ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് കേവലം ഒരു MTയുടെയോ അല്ലെങ്കിൽ ശ്രീമാൻ M മുകുന്ദൻ്റെയോ സച്ചിദാനന്ദൻ്റെയോ മാത്രം അഭിപ്രായമല്ല. കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന സാമൂഹ്യ മനസ്സ്, അതാണ് ഈ സാഹിത്യകാരന്മാരിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കാരണം അതുകൊണ്ട് കേരളത്തിലെ ജനത ഇനി വിശ്വാസം അർപ്പിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിലാണ്. കാരണം അവരുടെ മുന്നിൽ താങ്കൾ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് പുതിയൊരു മാറ്റം. ജനങ്ങൾ എന്താണ് നരേന്ദ്രമോദി, എന്താണ് NDA ഗവൺമെൻറ്, ജനങ്ങളിപ്പം മലയാളികൾ അനുഭവിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ മുഴുവൻ വികസനവും അത് നരേന്ദ്രമോദിയുടെ വികസനം മാത്രമാണ് കേരളത്തിൽ. അതേപോലത്തെ ജനക്ഷേമ പദ്ധതികൾ അതെല്ലാം തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെതാണ്. അപ്പോൾ വികസനവും ജനക്ഷേമവും അത് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകണമെങ്കിൽ ഇനി LDFും UDFും മാറിയേ തീരൂ എന്നതും, അതിന് പകരം നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഞാൻ വളരെ ഉറപ്പിച്ച് പറയാം, അതിൻ്റെ പ്രതിഫലനം നമുക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാണാൻ സാധിക്കും. ഞങ്ങളെ വെറും ഒരു അതിരുകവിഞ്ഞ ആഗ്രഹമോ പഴയ കാലത്തുള്ള പ്രഖ്യാപനത്തിൻ്റെ ആവർത്തനമോ അല്ല, വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഈ കാര്യം പറയുന്നത്. അപ്പോഴും സംശയം ബാക്കിയുള്ളത്, ഈ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ ആരാധകർ അങ്ങനെ കുറവൊന്നുമല്ല.
പലരും പുറത്തു നിന്നും ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ സമ്മേളനങ്ങളടക്കം ആളുകൾ വരാറുമുണ്ട്. BJP എന്ന പാർട്ടി കേരളത്തിൽ മറ്റു പല പാർട്ടികളെക്കാൾ ഒറ്റയ്ക്ക് നിന്ന് വലിയ മഹാസമ്മേളനങ്ങളോ പദയാത്രകളോ ഏത് തരത്തിലുള്ള സമര പരിപാടികളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി മാത്രമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് എന്ന പരീക്ഷ ജയിക്കാൻ BJPക്ക് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ. ഈ ഒരു പരിപാടികളെല്ലാം കഴിഞ്ഞാലും അത് എന്തുകൊണ്ട് BJP പരാജയപ്പെടുന്നു എന്ന് BJP ചിന്തിക്കാറുണ്ട്. എങ്ങനെയാണ് അതിനെ മറികടക്കുക, ആ പരീക്ഷയെ മറികടക്കുക? അല്ല, ഒന്നും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് 3,16,000 വോട്ട് നേടിയിട്ട് 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ആ 3,16,000 നിന്ന് ഒരു 4 ലക്ഷത്തിലേക്ക് ഉയരാൻ ഇന്ന് അതിന് അനുകൂലമായ സാഹചര്യമുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 2,98,000 വോട്ട് കഴിഞ്ഞ തവണ തൃശ്ശൂർ ലഭിച്ചിട്ടുണ്ട്. ആ 3 ലക്ഷത്തിൽ നിന്ന് 3,75,000 ഉയരാൻ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ഒരു 2000-ഓളം ബൂത്തുകളിൽ അതിന് സാധിക്കും. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പത്തനംതിട്ടയിൽ 2,96,000 വോട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു 75,000 50,000 വോട്ട് വർധനവുണ്ടാക്കാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, കേരളത്തിൽ ഞങ്ങൾ നേരത്തെ വളരെ പിന്നോട്ട് പോയിട്ടില്ല, ഞങ്ങൾ മുന്നോട്ടാണ് വന്നിട്ടുള്ളത്. വലിയ വോട്ട് 2019 നേടിയെടുത്തിട്ടുണ്ട്. പക്ഷെ 2019 വീണ്ടും അനുകൂലമായ സാഹചര്യം ഞങ്ങൾക്കിവിടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പം നരേന്ദ്രമോദിയുടെ ഭരണം ഭാരതത്തിൽ ഇനിയും ഉണ്ടാകണം, അതിൻ്റെ പ്രതിനിധികൾ കേരളത്തിൽ നിന്നും വിജയിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള തോന്നൽ പൊതുവെ മലയാളികൾക്കുണ്ട്. അത് ജാതി മത പരിഗണനകൾക്ക് അതീതമായിട്ട് ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞങ്ങൾക്ക് കിട്ടാത്ത ചില വിഭാഗങ്ങളിൽ നിന്ന് ഇത്തവണ കൂടുതൽ വോട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയാണ് ഞങ്ങളുടെ ഈ വിജയത്തിന് ആധാരമായി കാണുന്നത്. അതായത് ക്രൈസ്തവ വോട്ടുകൾ എന്ന് തന്നെ തുറന്നു പറയാൻ പറ്റുമോ? കാരണം അതിനുവേണ്ടി കുറേ ശ്രമങ്ങൾ BJP കഴിഞ്ഞ കുറേ കാലമായി നടത്തുന്നത് നമുക്ക് കാണാമായിരുന്നു. അല്ല, ഞാൻ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാത്രം ശരിയാണ്, ക്രൈസ്തവ സമൂഹവുമായിട്ട് ഞങ്ങൾ വലിയ അടുത്ത ബന്ധങ്ങളുണ്ട്. അവർക്കും അവരുടേതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആവശ്യങ്ങളുമുണ്ട്. പക്ഷെ നാളിതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ചില ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നരേന്ദ്രമോദിജിയുടെ ഈ 9 വർഷക്കാലത്തെ ഭരണത്തിലൂടെ ഞങ്ങൾക്ക് സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദു സമൂഹത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, അതുപോലെ തന്നെ OBC വിഭാഗങ്ങൾ, പൊതുവെ സ്വാഭാവികമായിട്ടും മറ്റ് വിഭാഗങ്ങൾ, എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ഞങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചിട്ടുണ്ട്, അവരെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ പിന്തുണ നാളിതുവരെ ലഭിച്ചതിനേക്കാൾ കൂടുതൽ പിന്തുണ ഞങ്ങൾക്ക് ഇത്തവണ ലഭിക്കും. അത് ഹിന്ദു സമൂഹത്തിൽ നിന്ന്, ഹിന്ദു സമൂഹത്തിലെ വിവിധ സമുദായങ്ങളിൽ നിന്ന്, ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഇത്തവണ പ്ലസ് വോട്ടുകൾ, അതായത് സാധാരണ ഭാരതീയ ജനതാ പാർട്ടിക്കും NDAക്കും ലഭിച്ചിരുന്ന വോട്ടുകൾ ഒപ്പം തന്നെ മറ്റ് പല സോഴ്സുകളിൽ നിന്ന്, മറ്റ് മേഖലകളിൽ നിന്നുള്ള പുതിയ വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 75,000 1 ലക്ഷത്തിൻ്റെ വർധനവുണ്ടാക്കാൻ വലിയ പ്രയാസമില്ല. അത് ഈ BJPയുടെ വോട്ടിംഗ് ഈ 1 ലക്ഷം 1.5 ലക്ഷം ഈ വോട്ട് വർദ്ധിക്കാൻ ഉള്ള പുതിയൊരു രാഷ്ട്രീയമാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ആ രാഷ്ട്രീയമാണ് BJPയുടെ വിജയത്തിന് ആധാരമായി ഞങ്ങൾ കാണുന്നത്. രാഷ്ട്രീയം ഒന്ന് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം പാർട്ടി വിലയിരുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ബൂത്ത് തലത്തിൽ പലയിടത്തും പ്രവർത്തനങ്ങൾ ശക്തമല്ല എന്നുള്ളതുണ്ടായിരുന്നു. പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വന്ന് ഈ ശക്തി കേന്ദ്ര ഇൻചാർജുമാരോട് പറഞ്ഞത്, നിങ്ങൾ ബൂത്ത് വിജയിക്കൂ എന്നാണ് പറഞ്ഞത്. ആ ഒരു പരിമിതികൾ മറികടക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? അതിനുശേഷം BJPയെ കുറേ കാലത്തേക്ക് അങ്ങനെ കാണാനില്ലായിരുന്നു. പൊതുസമരങ്ങളിലൊക്കെ BJP ഒന്ന് മാറി ചോദിക്കുമ്പോൾ ഞങ്ങൾ ബൂത്ത് സംഘടിപ്പിക്കാൻ പോയിരിക്കുന്നു. എത്രത്തോളമാണ് അത്തരം പ്രവർത്തനങ്ങൾ? ശരിയാ, പ്രധാനമന്ത്രി കഴിഞ്ഞ എറണാകുളത്ത് നടന്നിട്ടുള്ള ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തിൽ ബൂത്തിലെ പ്രവർത്തനത്തെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അവിടെ ചെയ്യേണ്ട കാര്യക്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി. ഞങ്ങൾ ഏതായാലും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞങ്ങളുടെ താഴെ തലത്തിലുള്ള സംഘടനാ സംവിധാനം സക്രിയമാക്കാനുള്ള സജീവമായിട്ടുള്ള പ്രവർത്തനത്തിലായിരുന്നു. ഞങ്ങളെല്ലാ നേതാക്കന്മാരും ബൂത്തുകളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട്. ബൂത്തുകളിലെ പ്രവർത്തകരെ കണ്ടു, വിവിധ സാമുദായിക നേതാക്കന്മാരെ കണ്ടു, പൊതുസമൂഹത്തെ കണ്ടു, എല്ലാവരും ഞങ്ങൾ കണ്ടു എന്ന് മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉതകുന്ന രീതിയിൽ
ഞങ്ങൾ ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റിയെ സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയ സാഹചര്യം മാത്രമല്ല ഞങ്ങളെ വിജയത്തിന് ആധാരം. എണ്ണയിട്ട യന്ത്രം പോലുള്ളൊരു സംഘടനാ സംവിധാനം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കകം മാസങ്ങളിലെ വളരെ സമർപ്പണ ഭാവത്തോടു കൂടിയിട്ടുള്ള ഞങ്ങളുടെ ആസൂത്രിതമായ പ്രവർത്തനത്തിലൂടെ അത് സാധിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സംഘടനാ സംവിധാനം ഞങ്ങൾക്ക് സജ്ജമാണ്, രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്. ഇത് രണ്ടും ചേർത്തുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA പ്രതിനിധികൾ കേരളത്തിൽ നിന്നും വിജയിക്കും എന്ന് പറയാൻ കാരണം. അങ്ങനെ പറയുമ്പോൾ കൃത്യമായി ചോദിക്കാം, 20 സീറ്റുകളുള്ള കേരളം, അതിൽ ഏതൊക്കെ സ്ഥലത്ത് BJP പ്രതീക്ഷിക്കുന്നു? ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 5 സീറ്റുകൾ BJPക്ക് കിട്ടും. അങ്ങനെ എന്തു പറയും? PK കൃഷ്ണദാസ് മുൻ അധ്യക്ഷൻ കൂടിയാണ്, സംസ്ഥാനത്തുടനീളം വലിയ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന ആളാണ്. എന്താണ്, ഏതൊക്കെ മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ എവിടെ, ഏത് പ്രദേശം, എങ്ങനെ പറയും? അല്ല, ഇനിയും തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ചിട്ടില്ല, ഇനിയും മാസങ്ങളുണ്ട്. ഏതായാലും ഈ പ്രകാശ് ജാവദേക്കർജി പറഞ്ഞതും ഒക്കെ ഒരു കാര്യമാണ് വ്യക്തമാകുന്നത്. ഞാൻ പറഞ്ഞതും ഒരേ കാര്യമാണ് ഞങ്ങളെല്ലാം പറയുന്നത്. അതായത് ഇത്തവണ നരേന്ദ്രമോദിക്ക് അനുകൂലമായി കൈപ്പൊക്കാൻ കേരളത്തിൽ നിന്നും NDA പ്രതിനിധികൾ ഉണ്ടാകും എന്നുള്ളതാണ് അർത്ഥം. ഏത് മണ്ഡലത്തിൽ നിന്ന് ആരൊക്കെ വിജയിക്കും, ഇതൊക്കെ നമുക്കിനി വരാവുന്ന നാളുകളിലാണ് ഇതൊക്കെ പറയേണ്ടത്. ഇപ്പോഴേതായാലും ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അതായത് BJP NDA 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നു. ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കേരളം കളമൊരുങ്ങുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, രാമജന്മഭൂമിയിൽ നടന്ന പ്രാണപ്രതിഷ്ഠയിൽ LDFൻ്റെയും UDFൻ്റെയും ആഹ്വാനം ജനങ്ങൾ തള്ളിക്കളയുക ചെയ്തത്. ഇവർ രണ്ടുപേരും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവരുടെ ബഹിഷ്കരണത്തിനെതിരായിട്ട് കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളും രംഗത്ത് വന്നു. അപ്പോൾ അത് ആദ്യമായിട്ടാണ്. അതായത് കോൺഗ്രസ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയായ, അല്ലെ കേരളത്തിലെ ഭരണപക്ഷവും മുഖ്യ പ്രതിപക്ഷ കക്ഷിയും ഒരു നടത്തിയ ആഹ്വാനത്തിനെതിരായിട്ട് കേരളത്തിലെ സാമുദായിക സംഘടനകൾ, ക്രൈസ്തവ സംഘടനകളൊക്കെ രംഗത്ത് വരുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലൊരു പൊതുമനസ്സ് രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെ അനുകൂലിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു മനസ്സാണ്. ആണ് മനസ്സ് മാറുന്നൊരു മലയാളികളുടെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതായത് മലയാളികളുടെ മനസ്സ് മാറുന്നു എന്നുള്ളതാണ് പുതിയ കേരളത്തിൻ്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് ഒരു കേരളത്തെ, നമ്മളൊക്കെ ഒരു പുതിയ കേരളം എന്ന് ഞങ്ങൾ പറയുന്ന സമയത്ത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന അഴിമതിയില്ലാത്ത കേരളം, ഒരു സമൃദ്ധ കേരളം, സംതൃപ്ത കേരളം, ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്ന കേരളം, എല്ലാവരുടെ കരങ്ങളിലേക്ക് തൊഴിലെത്തുന്ന കേരളം, അഴിമതിയില്ലാത്ത കേരളം, ഇത്തരത്തിലുള്ളൊരു കേരളത്തെയാണ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം വിഭാവനം ചെയ്യുന്നത്. കേരളത്തിലെ മലയാളികൾ ആഗ്രഹിക്കുന്നൊരു മാറ്റം വേണമെന്നുള്ളത്. ആ മാറ്റമാണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. മലയാളികൾ ഇത്തവണ നരേന്ദ്രമോദിയോടൊപ്പം NDAയോടൊപ്പം അണിനിരക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിങ്ങൾ ആഗ്രഹിച്ചാലും ഒരുപക്ഷെ BJP കേരളത്തിൽ വളർത്താൻ അനുവദിക്കില്ല. ഏതെങ്കിലും ഒരു സീറ്റിൽ അങ്ങനെ ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തകർത്തിരിക്കുമെന്ന് LDFൻ്റെയും UDFൻ്റെയും പല നേതാക്കൾ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഇപ്പോൾ തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ ഏത് സ്ഥാനാർത്ഥിയാണ്, ഇപ്പോൾ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളൊരു സാഹചര്യം വന്നാൽ അപ്പുറത്തേക്ക് വോട്ടുകൾ മാറ്റാൻ ഇപ്പോൾ നിയമത്തിൻ്റെ അനുഭവം നിൽക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഈസി ആയിട്ട് BJPയെ തോൽപ്പിക്കാൻ ഇവിടുത്തെ LDFനും UDFനും കഴിയുമെന്ന ഒരു ബോധ്യം, യാഥാർത്ഥ്യ ബോധത്തോടെ BJP ഉൾക്കൊള്ളുന്നുണ്ടോ? തീർച്ചയായിട്ടും LDFും UDFും ഇപ്പം പരസ്യമായിട്ട് ഒന്നായല്ലോ. IND മുന്നണി എന്ന് പറയുന്നത് LDFും UDFും ചേർന്നതാണ്. ഇപ്പം LDFിനെയും UDFിനെയും ഞങ്ങൾ രണ്ട് മുന്നണിയായി കാണുന്നില്ല. CPMനെയും കോൺഗ്രസിനെയും രണ്ട് പാർട്ടിയായും കാണുന്നില്ല. ഇതൊരു മുന്നണിയിലെ ഘടകകക്ഷിയാണ്. മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന CPM, പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്. ഇത് IND മുന്നണിയുടെ ഭാഗമാണ്. ഇവരൊരുമിക്കും. ഇത്രയും നമ്മൾ നേരത്തെ ഈ അണിയറയിലായിരുന്നു ഇവിടെ സഖ്യം നേരത്തെയും കേരളത്തിലാണ് BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തന്നെ സൂചിപ്പിച്ചല്ലോ എന്താണ് നിയമത്ത് നടന്നതെന്നുള്ളത്. അവരവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അരങ്ങത്തെ അണിയറയിലായിരുന്നു ഈ സഖ്യവും സഹകരണവും അവിശുദ്ധ ബന്ധങ്ങളൊക്കെ. ഇപ്പം അത് മറന്നീക്കി പുറത്തു വന്നു. ഇപ്പം അണിയറയിൽ മാത്രം ഉണ്ടായിരുന്ന മാർക്സിസ്റ്റ് കോൺഗ്രസ് സഖ്യം, അവിശുദ്ധ ബന്ധം അണിയറയിൽ വന്നിട്ടുണ്ട്.
മാത്രമല്ല പുതിയ രാഷ്ട്രീയ സാഹചര്യം, അതായത് ഈ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റം, ഈ അയോധ്യ സംഭവത്തോട് ഇവർ രണ്ട് മുന്നണിയെയും തള്ളിപ്പറയാനുള്ള കേരളത്തിലെ വിവിധ സംഘടനകൾ കാണിച്ച ധൈര്യം, നമ്മുടെ സാഹിത്യകാരന്മാർ പോലും പറഞ്ഞു ഇവിടെ ഈ LDF UDF വേർതിരിച്ചറിയാനാവാത്ത വിധം ഒന്നായി എന്ന് മുകുന്ദനെ പോലെ സാഹിത്യകാരന്മാർ പോലും പരസ്യമായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പറയുന്നത് BJPക്ക് അനുകൂലമായിട്ട് NDAക്ക് അനുകൂലമായിട്ട് വലിയൊരു വാതാവരണം വന്നിട്ടുണ്ട്, വലിയൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവരെ ഒന്നിച്ചാലും ജനങ്ങൾ ഇവർ രണ്ടുപേരെയും പരാജയപ്പെടുത്താൻ തയ്യാറാവുന്ന ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ 51% വോട്ട് കിട്ടിയാലാണ് ഞങ്ങൾ വിജയിക്കാൻ സാധിക്കുക. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഇപ്പം നോക്കൂ നിങ്ങൾ, ഈ മോദിജിയുടെ വരവിന് ശേഷം, അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം കേരളത്തിൽ ഞാൻ പറഞ്ഞൊരു സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ LDFന് തോന്നിയിരിക്കും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നേരിടാൻ BJPയെ നേരിടാൻ കഴിയില്ല. UDFന് തോന്നിയിട്ടുണ്ട്, അല്ലെ കോൺഗ്രസ് തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ BJPയെ നേരിടാൻ NDA നേരിടാൻ കഴിയില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ആദ്യമായിട്ട് INDയുടെ യോഗം വിളിച്ചു കഴിഞ്ഞ 15-ാം തീയതി. ആ INDയുടെ യോഗത്തിൽ ചർച്ച ചെയ്ത പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അത് BJP വിരുദ്ധ മുന്നണി കേരളത്തിൽ രൂപീകരിക്കപ്പെടുന്നതിൻ്റെ ആദ്യ പടിയാണ്. അവർ ഭയക്കുന്നു, BJPയെ മാത്രമല്ല NDA മാത്രമല്ല ഭയക്കുന്നത്, നരേന്ദ്രമോദിയെ മാത്രമല്ല ഭയക്കുന്നത്, കേരളത്തിലെ ജനങ്ങളെ ഭയക്കുന്നു. ജനങ്ങളുടെ വിശ്വാസം മോഡിയുടെ ഗ്യാരണ്ടിയോടൊപ്പമാണ് എന്നുള്ള ധാരണ മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിലും ഉണ്ട്. ഇവർ ഒരുമിച്ച് തന്നെ നിൽക്കും. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ കേവലം ഒരു 75,000 വോട്ട് കൂടുതലായി BJPക്ക് കിട്ടിയാൽ പോരാ ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ. അവിടെയാണ് ജയം എന്നുള്ളത് വലിയൊരു സ്വപ്നമായി തന്നെ അവശേഷിക്കുമോ എന്ന സംശയം ബാക്കിയാകുന്നത്. ഈ കേവലം നമ്മൾ പൊളിറ്റിക്സിൽ ഒരു കാര്യം മനസ്സിലാക്കണം, 4ഉം 3ഉം 7 ആവണമെന്നില്ല. 4ഉം 3ഉം 7 ആവാം, 4ഉം 3ഉം 10 ആവാം, 4ഉം 3ഉം 2 ആവാം. കാരണം കേരളത്തിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരാ, രാഷ്ട്രീയ ബോധമുള്ളവരാ. ഇപ്പോൾ അവർ കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്, അവർ മനസ്സ് മാറുന്നുണ്ട്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചാലും അതിൽ നിന്നും BJPയെ വിജയിപ്പിക്കാൻ, NDA വിജയിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ, അത് തൃശ്ശൂരായാലും തിരുവനന്തപുരത്തായാലും പത്തനംതിട്ടയിലായാലും പാലക്കാടായാലും എവിടെയായാലും കേരളത്തിലെ ഏത് മണ്ഡലത്തിലായാലും ആ ജനങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് BJPയെ NDA വിജയിപ്പിക്കാൻ തയ്യാറാകുന്നുള്ള പ്രതീക്ഷ. അവരൊന്നാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോഴേ ഒന്നാണ്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് CPM-ഉം കോൺഗ്രസും ഇനിയും ഒന്നാകും. മാത്രം ഞങ്ങൾ പറയുന്നത് അറിയോ, പരമ്പരാഗതമായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തവർ, പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്തവർ, അതിൽ ബഹുഭൂരിപക്ഷ ആളുകളും BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും, NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. ഈ സമീപകാലത്ത് കൂടുതലും കാണുന്നത് തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനമാണ്. ഒരു സമയത്ത് BJP ഏറ്റവും വിജയപ്രതീക്ഷ പുലർത്തിയിരുന്ന മണ്ഡലം തിരുവനന്തപുരമായിരുന്നു. ഒരു സമയത്ത് രാജഗോപാൽ ഏതാണ്ട് 14,000 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് അന്ന് പരാജയപ്പെട്ടത്. തിരുവനന്തപുരത്തെ BJP ഉപേക്ഷിക്കുകയാണ്. അവിടെ ശശി തരൂർ എന്നുള്ള വലിയൊരു ആൾ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ്. എന്താണ് അവിടെ തിരുവനന്തപുരത്തിന് സംഭവിക്കുന്നത്? ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ പ്രവർത്തനം വളരെ ശക്തമായി നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഇപ്പോഴേ ചില കാരണങ്ങൾ കൊണ്ടാണ് തൃശ്ശൂരിൽ എറണാകുളത്ത് വന്നത്. ഇപ്പം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂരിലാണ്. അപ്പോൾ അദ്ദേഹം ഗുരുവായൂരിൽ വന്നു. അതോടനുബന്ധിച്ച് എറണാകുളത്തെ പരിപാടിയിൽ പങ്കെടുത്തു. നേരത്തെ ഞങ്ങൾ പാർട്ടി നിശ്ചയിച്ച പരിപാടി തന്നെയായിരുന്നു. ഇപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് സ്ത്രീ സംഗമം, നാരീ ശക്തിയുടെ ഒരു സംഗമ പരിപാടി തൃശ്ശൂരിൽ വന്നത്. അത് സ്വാഭാവികമായിട്ടൊരു യാദൃശ്യമായിട്ടുണ്ടായതാണ്. പക്ഷേ ഇനി അടുത്ത് പ്രധാനമന്ത്രി ഇനി മറ്റ് പല മണ്ഡലങ്ങളിൽ വരുന്നുണ്ട്, തിരുവനന്തപുരത്തും വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് താങ്കളുടെ പൊതുവെയുള്ള ഈ പരാതി അത് പരിഹരിക്കപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തിരുവനന്തപുരം ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ്. അങ്ങനെ പല മണ്ഡലങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ വിട്ടിരുന്നില്ല. ശശി തരൂരിനെ സംബന്ധിച്ച് ജനങ്ങളിൽ നിന്ന് ഇപ്പം ഇത്തവണ ജനങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് അദ്ദേഹം നേരിടാൻ വേണ്ടി പോകുന്നത്. 2 കാരണങ്ങൾ കൊണ്ടുവന്നു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടിനോടുള്ള തിരുവനന്തപുരത്തെ ജനങ്ങളുടെ വിയോജിപ്പും വിരോധവും. 2, ആ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാത്ത, ആ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ച് പോയതിന് ശേഷം ഒരു മണ്ഡലത്തോട് എത്രമാത്രം അവഗണന കാണിക്കാമോ
അതിൻ്റെ പ്രതീകമാണ് ശശി തരൂർ എന്ന് പറയുന്നത്. ആൾ വിശ്വനായകനായാലും തിരക്കേടില്ല, വിശ്വ നേതാവായാലും തിരക്കേടില്ല. തിരുവനന്തപുരത്തെ ജനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് 100% പരാജയമാണ് ശശി തരൂരെന്ന് എല്ലാവർക്കും അറിയാം. അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ബി ജെ പിക്കും എൻ ഡി എക്കും അനുകൂലമായി മാറും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ശശി തരൂരിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ രാമജന്മഭൂമി രാംലല്ലയുടെ ചിത്രം ഇട്ടതിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും ബി ജെ പിയിലാണോ എന്നുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് ശശി തരൂരിന് തിരുവനന്തപുരം മണ്ഡലത്തിൽ ആരാകും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വലിയ സർപ്രൈസുകൾ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. ശശി തരൂരിലേക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ശശി തരൂർ അങ്ങനെ അതുണ്ടോ? എന്താണ് അതിന് പ്രതികരണം? അല്ല, ശശി തരൂർ ബി ജെ പി ചേരുമോ അല്ലയോ എന്ന് പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. ഞങ്ങൾക്കറിയില്ല. ഇനി അദ്ദേഹം ബി ജെ പി ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ ആ സമയത്ത് പാർട്ടി അതിനെക്കുറിച്ച് ചിന്തിക്കും, ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. താങ്കളുടെ പേര് വയനാട്ടിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അത്തരം അതൊക്കെ മാധ്യമങ്ങളിലൂടെ വന്നതാണ്. അങ്ങനെ പല മണ്ഡലങ്ങളിലും മത്സരിക്കുന്നില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മാധ്യമങ്ങളിലെ വാർത്തകൾ മാത്രമേ ഉള്ളൂ. ഇതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക തീരുമാനം പാർട്ടിയാണ് ബി ജെ പിയെ സംബന്ധിച്ച് എടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് എൻ ഡി എ എന്നുള്ള മുന്നണി ഇപ്പോൾ കേരളത്തിൽ ശക്തമാണ്. സ്വാഭാവികമായിട്ടും ഈ സീറ്റ് വിഭജനം അതുപോലെ സ്ഥാനാർത്ഥി നിർണയം അത് ബി ജെ പി മാത്രമല്ല എൻ ഡി എയിലെ ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ച് അവരുടെയും കൂടി അനുമതിയും അനുവാദവും വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടി പോകുന്നത്. വയനാട്ടിൽ ബി ജെ പി തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയോ? അത്ര ആലോചനകൾ നടക്കുന്നതായിട്ട് വിവരം ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഈ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ കെ സുരേന്ദ്രൻ നേതൃത്വം നൽകുന്ന കേരള പദയാത്ര ജനുവരി 27 കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ്. അത് 20 ലോകസഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിക്കൊണ്ടാണ് അതിൻ്റെ യാത്ര പൂർണ്ണമാകുന്നത്. അതിനിടയിൽ ഞങ്ങൾ ആദ്യം ഘടകകക്ഷി നേതാക്കന്മാരുമായിട്ട് ഉഭയകക്ഷി ചർച്ച നടത്തും. ആ ഉഭയകക്ഷി ചർച്ചയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ നേരത്തെ BDJS മത്സരിച്ച വയനാട് അവർക്ക് തന്നെയാണോ നൽകേണ്ടത്, അല്ലെങ്കിൽ അത് BJP മത്സരിക്കണമോ, ഈ ചർച്ച ഇതിലൊക്കെ ഈ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കും. ഏതായാലും ഞങ്ങൾ ഈ ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ച NDAയിലെ ഘടകകക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച ആരംഭിക്കും. അതിനുശേഷമായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകാൻ പോകുന്നത്. PC ജോർജ് മുന്നണിയിലേക്ക് എത്തുകയാണോ? അതിൽ അന്തിമ തീരുമാനമായോ? തീർച്ചയായിട്ടും അവരുടെ ജനപക്ഷം പാർട്ടി ഈ NDAയുടെ ഭാഗമായി മാറാൻ അവരാഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയുടെ ഭാഗമാകാൻ NDAയുടെ ഭാഗമാകാൻ സന്നദ്ധത അദ്ദേഹം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ PC ജോർജ് എന്നുള്ള രാഷ്ട്രീയ നേതാവിൻ്റെയും അതേ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും ഈ ഭാവാത്മകമായിട്ടുള്ള പിന്തുണയും സഹകരണവും ഞങ്ങൾ അതിന് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. ഞങ്ങൾ അഖിലേന്ത്യാ നേതൃത്വവും ഇക്കാര്യത്തെക്കുറിച്ച് അഖിലേന്ത്യാ നേതൃത്വമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തും. അതിനുശേഷം ഈ പാർട്ടി മെമ്പർ തന്നെ ആകണം എന്ന അഭിപ്രായം BJP പങ്കുവച്ചതായി പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആണോ? അല്ല, അതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ സംഘടനകത്ത് പല രീതിയിൽ നടക്കുന്നുണ്ട്. BJP ഇപ്പം പത്തനംതിട്ടയിൽ മത്സരിക്കേണ്ടത് സ്ഥാനാർത്ഥിയുടെ പേരല്ല, മറിച്ച് ഏതെങ്കിലും പുതിയ ഘടകകക്ഷിയാണോ അല്ലെങ്കിൽ BJP തന്നെയാണോ മത്സരിക്കേണ്ടത്, അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചെറിയ അനൗപചാരികമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു മൂർത്തമായിട്ടുള്ള ഒരു ക്ലിയറായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഇതിൽ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് എല്ലാം പരിശോധിക്കുന്നുണ്ട്. എല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ആത്യന്തികമായിട്ടുള്ള അവസാനത്തെ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അവസാനമായി ചോദിക്കുകയാണ്, എത്ര സീറ്റ് BJP അല്ലെങ്കിൽ NDA നേടും കേരളത്തിൽ? അല്ല, അതൊക്കെ ഇപ്പം നമുക്ക് എത്ര സീറ്റ് എന്ന സീറ്റിൻ്റെ എണ്ണത്തെക്കുറിച്ചൊന്നും ഞാനിപ്പം പറയാൻ വേണ്ടി പോകുന്നില്ല. ആകെ ഒന്നേ പറയുന്നുള്ളൂ. അതായത് നമ്മുടെ അടുത്ത 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് വിജയിക്കുന്നുണ്ടാകും. ലോകസഭയിൽ കേരളത്തിൽ നിന്നും NDAയുടെ പ്രതിനിധികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും അതാണ് PK കൃഷ്ണദാസ് അവകാശപ്പെടുന്നത്. ഒന്നിലധികം അംഗങ്ങൾ ജയിക്കും കേരളത്തിൽ നിന്നെന്നാണ്, NDA അംഗങ്ങൾ ജയിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും PK കൃഷ്ണദാസ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയായിരുന്നു. വീണ്ടും കാണാം. നന്ദി.